ഇവരിങ്ങനെ വിഷയവാൾ ടൈപ്പിൽ ഒരു ചാർജ് ഷീറ്റ് എഴുതി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ തീരുമാനിക്കുന്ന പ്രോസിക്യൂട്ടറുടെ കയ്യിലാണ്. അപ്പം അത് ചെയ്യാനായിട്ട് ആരുമില്ല. പിന്നെ അന്ന് 10 വർഷത്തിന് ശേഷം ഇത് വരുമ്പം ഇവിടെ ആർക്ക് ഇത് ഓർമ്മയുണ്ട്? 2 ഭരണം ആരായിരിക്കും? പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തൊന്നും നടക്കില്ല. അല്ല, അങ്ങനെയല്ലല്ലോ. അല്ല, അത് ചന്തുവിന് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ക്രൈംബ്രാഞ്ചിൽ, നമ്മുടെ പഴയ ക്രൈംബ്രാഞ്ചിൽ ചില ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. മുഹമ്മദ് ഖാൻ, ജമാൽ IPS വിജിലൻസിൽ, ജമാൽ സാർ പ്രത്യേകിച്ച് വിജിലൻസ് കണ്ടുപിടിച്ച ആളായിരുന്നു ജമാൽ IPS. ഈ ജമാൽ സാർ പറയണ ഞാൻ കണ്ടു. ഞാനന്ന് വളരെ ജൂനിയർ അല്ലല്ല, അത് കേൾക്കുക നിങ്ങൾ. അതായത് നാളെ ഇല്ലേ മറ്റേ വിസ്താരം തുടങ്ങണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം അവിടെ ഉള്ള CA DSP അതെ സാർ, ആരാ പോണേ? ഏത് ട്രയൽ തുടങ്ങുന്നു? പോലീസിന് കാര്യമില്ല. ഉടനെ പറയും അത് സാർ ഗോപാലകൃഷ്ണൻ, അവനെ അയച്ചാൽ ശരിയാവില്ല, അവൻ ആ കേസിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഈ കേസ് അന്വേഷിച്ച അല്ലെങ്കിൽ മറ്റേ മറിച്ച് അവരെ വിടണം. അവിടെ പോയി നിന്ന് പ്രോസിക്യൂട്ടറുടെ പുറകെ നിന്ന് ജഡ്ജിയെ ചേംബറിൽ കയറി കണ്ട് ആ കേസ് ശിക്ഷിപ്പിക്കും. അങ്ങനെ ഒരു സംഗതി കുറെ നാളായിട്ട് നമ്മുടെ കേരള പോലീസിലില്ല. ശരി, അങ്ങ് 2 വശവും പറയുന്നുണ്ട്. അതാണ് പ്രശ്നം. അങ്ങ് പറയുന്നത് ഇതിപ്പം ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് നമ്മുടെ അടിസ്ഥാനപരമായി വ്യതിചലിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവപര്യന്തം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നങ്ങ് പറയുന്നു. ഉടനെ തന്നെ അങ്ങ് അതേ വാക്കുകൊണ്ട് തന്നെ അതേ മൗത്ത് കൊണ്ട് തന്നെ അങ്ങ് പറയുന്നു ഇത് പക്ഷെ നടക്കില്ല. ഇതെന്താണ് അങ്ങ് പറയുന്നത്? 2 ഒന്ന് ഉറച്ചു നിൽക്കണം, അത് പറയണം. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ചന്തു നായർ അത് മിസ്റീഡ് ചെയ്തതാണ്. ചന്തു വ്യക്തമായി പറയണമെങ്കിൽ അല്ല, ചന്തു നായർക്ക് നിലവിലുള്ള സാധനം വെച്ചുകൊണ്ട് ജീവപര്യന്തത്തിലുള്ള സാധ്യതകൾ വരെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അങ്ങ് പറയുന്നു ഉടനെ തന്നെ അതേ വാക്കുകൊണ്ട് പറയുന്നു ഇല്ല. അത് എന്തുകൊണ്ടെന്ന് പറയട്ടെ. അത് നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങൾക്കത് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഇപ്പം ഉള്ള എവിഡൻസ്, ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആണ് വലിയ എവിഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പത്മകുമാർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മറ്റേ ആളെ പ്രതിയാക്കി. ഇതൊക്കെ അല്ലേ ഉള്ളൂ. ഇവരെ കണക്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി എവിഡൻസോ ഡിജിറ്റൽ എവിഡൻസോ ഒന്നും റിക്കവർ ചെയ്തായിട്ട് എൻ്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ കൊള്ളാം. അപ്പം ഇത്രയും ഇപ്പോഴുള്ള ഈ ഓറൽ എവിഡൻസും മറ്റതും മറിച്ചതും ഒക്കെ വെച്ചിട്ട് ഒരു ഇമെയിലോ ജിമെയിലിലോ ഒക്കെ അതെല്ലാം വെച്ചിട്ട് കോടതിയിൽ ഇത് കൊടുത്താൽ ഇത് വരില്ല. അതേസമയം NIA പോലുള്ളൊരു സംഘടന വന്നു കഴിഞ്ഞാൽ അവർ വളരെ അഗ്രവേറ്റഡ് ആയിട്ട് നിൽക്കും. അവർ എവിടെയാണ് ലൂപ്പോളെന്ന് നോക്കും, അവർ ക്രോസ് ചെയ്യും, എവിടെ ലൂപ്പോളിനെ അത് പ്ലഗ് ചെയ്യും. അങ്ങനെയുള്ളൊരു സിസ്റ്റം നമുക്കില്ല ഇവിടെ ബ്രാഞ്ചിൽ. അതുകൊണ്ട് കേസ് വിട്ടു എന്ന് ഞാൻ പറഞ്ഞു. ശരി. പിന്നെ തെഫ്റ്റ് വെച്ചിട്ടാണ് ഇവര് ചെയ്യാൻ പോണത്. നിങ്ങൾ കൊള്ളയിടാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, ഹൈലൈറ്റ് ചെയ്യേണ്ടത് അഗ്രവേറ്റഡ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് പ്രൂവ് ചെയ്യണം.